പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒരു പ്രാവശ്യം കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇത്രത്തോളം സമയം ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കാനും നല്ല പാട്ടുകൾ പാടുവാനും കർത്താവിനെ ആരാധിപ്പാനും നല്ല വചനം കേൾപ്പാനും എല്ലാം ഇടയായതോർത്ത് സ്തോത്രം ചെയ്യുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇന്നും നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. അവൻ നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നു, നമ്മളെ വഴി നടക്കുന്നു. അത് മാത്രമല്ല, ഞാൻ നിന്നെ നരയ്ക്കുവോളം ചുമക്കാമെന്ന് കർത്താവിൻ്റെ വാഗ്ദത്തമാണ്. ഒരിക്കലും അവൻ നമ്മെ വഴിയിലിട്ടിട്ട് പോകുന്ന ദൈവമല്ല. നമ്മളെ ഒരിക്കലും അവൻ വഴിയിലിട്ടിട്ട് പോവുകയല്ല. സ്തോത്രം. നമ്മുടെ ഏത് ഭാരങ്ങളാണെങ്കിലും അതിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിക്കും. അതിലൊരാശ്രയം വേണം. ഹല്ലേലൂയ. മുമ്പോട്ട് പോകാൻ കഴിവില്ലാത്ത വിഷമ സാധ്യതകളിൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി നീ കരയുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം അതിനൊരു വിടുതൽ തരും. നമ്മൾ പ്രാർത്ഥിക്കാൻ വേറെ ആരെയും കോൺട്രാക്റ്റ് കൊടുക്കരുത്. നമ്മൾ ദൈവത്തോട് പറയണം നമ്മുടെ ആവശ്യങ്ങൾ. നമ്മുടെ മധ്യത്തിൽ ഹല്ലേലൂയ നമുക്ക് മുമ്പോട്ട് കഴിയാൻ കഴിയാത്ത അവസ്ഥയിൽ കർത്താവേ നീ എന്നെ സഹായിക്കണമേ എന്ന് കർത്താവിനോട് പറഞ്ഞാൽ കർത്താവ് നമ്മെ നടത്തും. ഹല്ലേലൂയ. അച്ഛൻ സഭയുടെ ഉത്തരവാദിത്വം പറഞ്ഞ ഒരു പദമുണ്ട്. ദൈവസഭയെ കർത്താവിൻ്റെ സ്വഭാവത്തിലേക്ക്, അങ്ങനല്ലേ പറഞ്ഞേ, നടത്തുക. അതാണ് ഒരു ശുശ്രൂഷകൻ്റെ ചുമതല. ദൈവജനത്തെ കർത്താവിൻ്റെ ഭാവം. ഫിലിപ്പിയ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ക്രിസ്തുവേശുവിലുള്ള ഭാവം എന്ത് ചെയ്യണം? നിങ്ങൾക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. നമ്മളൊന്ന് ശ്രദ്ധിക്കണേ. ക്രിസ്തുവേശുവിലുള്ള ഭാവം. അതിന് തടസ്സമായി എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ കർത്താവ് നമ്മളതിനെ ഒന്ന് അതിജീവിക്കണം. ക്രിസ്തുവേശുവിൻ്റെ ഭാവം അതുണ്ടോ? പ്രസംഗം കേട്ടതുകൊണ്ട് കാര്യമില്ല, പ്രസംഗിച്ചുകൊണ്ടും കാര്യമില്ല. സ്തോത്രം. ഞാൻ ഉൾപ്പെടെ ഞങ്ങളോട് ഇത് പറയണ്ടേ? സ്തോത്രം. അങ്ങനെയുള്ളൊരു ഭാവം നമ്മളിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. ക്രിസ്തുയേശുവിലുള്ള ഭാവം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. ഞാൻ എന്നും ഓർപ്പിക്കുന്ന പോലെ എല്ലാവരും നിത്യതയെ കാണണം. എല്ലാവരും ആവശ്യമില്ലാത്ത നമ്മുടെ ആത്മീയ ജീവിതത്തെ കാർന്നു തിന്നുന്ന ചെതലുകളുണ്ട്, നമ്മുടെ സ്വഭാവങ്ങൾ. അതിനെ നമ്മളൊന്ന് മാറ്റണം. അതിനെ മാറ്റി സ്തോത്രം നമ്മുടെ ആത്മീയ ജീവിതത്തിന് തടസ്സമായുള്ള സകല കാര്യങ്ങളെയും നാം മാറ്റണം. എന്നിട്ട് ഒരു വിശുദ്ധമായ ജീവിതം. ഹല്ലേലൂയ. എന്ത് പെട്ടെന്ന് കാലം അങ്ങ് ഓടിപ്പോകുന്നത്. ഹല്ലേലൂയ. വർഷം അതിവേഗം ഓടുകയാണ്. ഹല്ലേലൂയ. വർഷം അതിവേഗം ഓടിക്കൊണ്ടിരിക്കുക. നമ്മൾ പിടിച്ചാലും നമ്മുടെ ആണ്ടർതി അടുക്കാൻ പോവുക. സ്തോത്രം. ഓരോ വർഷങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. അവിടെ ദൈവം നമ്മെ നടത്തുകയാണ്. അതുകൊണ്ട് ആ ഒരു ചിന്ത എപ്പോഴും മറ്റ് ചിന്തകൾ കളഞ്ഞിട്ട് ഹല്ലേലൂയ. ഞാൻ രാവിലെ ഒരുങ്ങുമ്പോഴത്തേക്ക് ഇവിടെ 7:30 ആകുമ്പോഴത്തേക്ക് അമ്മച്ചിയും മക്കളും കൂടി ഇവിടെ വരും. അവർ ഈ പാട്ട് പാടുന്ന ഒന്നുകൂടെ ട്രെയിൻ ചെയ്യും. അപ്പം ഞാൻ കുളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരിക്കും. അപ്പം ഞാനത് ശ്രദ്ധിക്കും. എൻ്റെ ഉള്ളിൽ നിന്നൊരു വലിയ സന്തോഷമാണ്. കാരണം സ്തോത്രം ഹല്ലേലൂയ, കർത്താവിനെ ഉയർത്തുവാൻ അമ്മച്ചിക്കും കുഞ്ഞുങ്ങളും അവരത് തലേദിവസം രാത്രിയിൽ നോക്കും, ഈ രാവിലെ നോക്കും. സ്തോത്രം ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പ്രിയ ആൻറ്റി പറഞ്ഞ പോലെ കുഞ്ഞുങ്ങൾ സത്യത്തിൽ നടക്കുന്നതിനേക്കാൾ വലിയൊരു സന്തോഷം നമുക്ക് വേറെ ഇല്ല. യോഹന്നാൻ ശ്ലീഹായും പറയാ, മക്കൾ സത്യത്തിൽ നടക്കുന്നുവെന്ന് കേൾക്കുന്നതിനേക്കാൾ അധികം വലിയ സന്തോഷം ഇല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞുങ്ങൾ ദൈവവേലയിലേക്ക് വരുന്നതിൽ എനിക്ക് സന്തോഷമാണ്. എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അവർ ഈ അനുഭവത്തിലേക്ക് വരിക എന്ന് പറയുന്നത് അതൊരു സന്തോഷമാണ്. കാരണം ദൈവം നമ്മളെ നടത്തും. അവനാർക്കും കടക്കാരനല്ല. നമ്മളതൊന്ന് വിശ്വസിക്കണം പ്രിയമുള്ളവരെ. ഞാൻ സ്തോത്രം ഒത്തിരി എടുത്ത് ചാടി ഇങ്ങനെ ആത്മീയമായി കാണിക്കുന്ന ആളല്ല. പക്ഷേ ദൈവവുമായിട്ട് നല്ല ബന്ധമുണ്ട്. ദൈവത്തോട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ കാര്യങ്ങൾ ഇനി ഏതെങ്കിലും ആരോടെങ്കിലും സീരിയസ് ആയിട്ട് വർത്താനം പറഞ്ഞാൽ അപ്പം തന്നെ ഞാൻ മെസ്സേജ് ഇടും. കാരണം എന്നാ ചോദിച്ചാൽ സ്തോത്രം, കാരണം നമുക്ക് പിറ്റേ ദിവസം കർത്തൃമേശ നടത്തേണ്ടതാണ്.
ഹല്ലേലൂയ, സ്തോത്രം. ആ ഒരു ബോധ്യം നമ്മൾ ആരോടും പിണങ്ങിയിരിക്കരുത് കേട്ടോ. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നിരപ്പാകാനുള്ളവരോടെല്ലാം നമ്മൾ നിരപ്പായിരിക്കണം. ആരോട് നമ്മൾ പിണങ്ങിയിരിക്കരുത്. ഇനി ഒരാൾ നമ്മളോട് നിരപ്പാകാൻ ആഗ്രഹിച്ചാൽ അവരെ തള്ളിക്കളയരുത്. ചിലർ കൈ കൊടുത്താൽ കൈ തിരിച്ചു കൊടുക്കാൻ മടിയുള്ളവരുണ്ട്. ഹല്ലേലൂയ. ഈയിടെ ആരോ എന്നോട് പറഞ്ഞു, ഒരു മനുഷ്യന് കൈ കൊടുക്കുമ്പോൾ ഒരു വിരലേ നീട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഇഷ്ടമില്ല ചേട്ടാ, ഒരു വിരലേ നീട്ടുള്ളൂ. അപ്പം ആ മറ്റേ പുള്ളി എന്നിട്ട് വീണ്ടും പുള്ളി ഒരു വിരൽ നീട്ടിയെന്ന് പറഞ്ഞു. ആ പുള്ളിയുടെ നേരെ, വിശ്വാസികളാട്ടോ, പുള്ളിയുടെ നേരെ ഒരു വിരൽ നീട്ടി. അപ്പോൾ പുള്ളിക്ക് ബോധ്യം വന്നു. ചിലരെപ്പോഴും ഇടത്ത് കൈയേ കൊടുക്കുകയുള്ളൂ. നമ്മൾ വലത്ത് കൈയാ കൊടുക്കേണ്ടത്. എന്ന് വെച്ചാൽ വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരാൾക്ക് ഒരു ചായ കൊണ്ടുപോയി കൊടുത്താലും അത് വലത്ത് കൈ കൊണ്ട് കൊടുക്കണം. എന്ന് വെച്ചാൽ ഒരു റെസ്പെക്റ്റ്. ഇടത്ത് കൈ എന്നുള്ളതല്ല, എല്ലാവരും നിങ്ങൾ വേറെ രീതിയിൽ ചിന്തിക്കരുത്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഹല്ലേലൂയ. നമ്മളിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ഭാവത്തിന് വീണ്ടും ആവർത്തിക്കുക. പരിശുദ്ധാത്മാവ് നിയോഗം തന്നുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുയേശുവിൻ്റെ ഭാവത്തിലേക്ക് നമ്മൾ വരണം. നമ്മുടെ വാക്കും നമ്മുടെ പ്രവൃത്തി നമ്മുടെ ഡ്രസ്സും നമ്മുടെ കാര്യങ്ങളെല്ലാം ക്രിസ്തുയേശുവിലുള്ളവരായി ദൈവത്തിനുള്ളവരായി നമ്മൾ ആയിരിക്കണം. സ്തോത്രം. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 23 ചില വാക്യങ്ങൾ യേശുക്രിസ്തു ചെയ്ത ചില അടയാളങ്ങളും അത്ഭുതങ്ങളെക്കുറിച്ച് പറയണമെന്നാണ് ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കുന്നത്. അത് ചിലത് ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 23 മുതലുള്ള വാക്യങ്ങൾ. അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുണ്ടായിരുന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. സ്തോത്രം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണേ, പള്ളിയിൽ പരിശുദ്ധാത്മാവുള്ളവരും ഉണ്ട്, അശുദ്ധാത്മാവുള്ളവരും ഉണ്ട്. ഇത് എങ്ങനെ അറിയാൻ പറ്റുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. ആത്മാവിനെ എങ്ങനെ അറിയുന്നത്? ഫലത്താൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഹല്ലേലൂയ. ഫലത്താൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നമ്മളിൽ വ്യാപരിക്കുന്ന ആത്മാവ് ഏതാണെന്നുള്ളത് ഫലത്താൽ നമുക്കറിയാൻ പറ്റും. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് കൊളസ്ട്രോളിനെ എല്ലാവർക്കും പേടിയാണ്. കൊളസ്ട്രോൾ നമുക്ക് ആവശ്യമാണ്, നല്ല കൊളസ്ട്രോള്. അപ്പം നമ്മുടെ ശരീരത്തിൽ ഞാൻ ഒത്തിരി ചെക്കിങ് എല്ലാത്തിനും കേട്ടിട്ടുണ്ട്. ബ്ലഡ് കൊടുക്കുമ്പോൾ നല്ല കൊളസ്ട്രോൾ എത്ര ഉണ്ട്, ചീത്ത കൊളസ്ട്രോൾ എത്ര ഉണ്ടെന്ന് പരിശോധിക്കും. ഈ നല്ല കൊളസ്ട്രോളിനേക്കാളിൽ കൂടുതലാണ് ചീത്ത കൊളസ്ട്രോളെങ്കിൽ ഒപ്പം തന്നെ ഡോക്ടർ എന്ത് ചെയ്യും? മരുന്ന് തരും. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ശരീരത്തിൽ തന്നെ എന്തുണ്ട്? നല്ല കൊളസ്ട്രോളും ഉണ്ട്, ചീത്തയുണ്ട്. അപ്പം നമ്മളിൽ ചീത്തയുടെ ഏതെങ്കിലും അംശമുണ്ടെങ്കിൽ, നമ്മുടെ ചീത്തയുടെ ഏതെങ്കിലും ഒരു അംശമുണ്ടെങ്കിൽ അതിനെ നമ്മൾ നീക്കിക്കളയണം. സ്തോത്രം. അതിൻ്റെ മെഡിസിൻ എവിടാ? ഈ ദൈവവചനം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴാണ് അതിൻ്റെ മെഡിസിൻ. അതിന് ടാബ്ലറ്റ് ഇല്ല. സ്തോത്രം. ഈ ദൈവവചനം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക. ഞാൻ പറയട്ടെ, സ്തോത്രം, നമ്മൾ ദൈവവചനം യഥാർത്ഥമായി അനുസരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പാപം ചെയ്യാൻ കഴിയത്തില്ല. കാരണം ദൈവവചനം നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? നമ്മൾ അരുതാത്ത ഒരു കാര്യം ഒന്ന് ചെയ്യാൻ നോക്കിക്കേ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. നീ ഒരു ഭക്തനാണെങ്കിൽ അരുതാത്ത ഒരു കാര്യം ചെയ്യാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവ് അപ്പം തന്നെ നിന്നെ വിലക്കും. പരിശുദ്ധാത്മാവ് നിന്നെ വിലക്കും. നീ ചെയ്യാൻ പാടില്ല. നമുക്ക് ആരുടെയെങ്കിലും അതിര് മാറ്റാൻ പറ്റുമോ? വേറെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ? നമുക്ക് ചെയ്യാൻ പറ്റുകയില്ല. പിന്നെ നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നഷ്ടം സഹിച്ചേ പറ്റത്തുള്ളൂ. ചില നഷ്ടമൊക്കെ നമ്മൾ സഹിക്കണം. ഹല്ലേലൂയ. ഞാൻ നേരത്തെ ഓർപ്പിച്ച പോലെ നമ്മൾ ഇങ്ങോട്ടൊന്നും കൊണ്ടുപോകുന്നില്ല, ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാനും കഴിഞ്ഞിട്ടില്ല. അച്ഛൻ പറഞ്ഞ പോലെ എത്രയോ കല്ലറകൾ തുറന്ന് കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ മനുഷ്യൻ്റെ അവസ്ഥ എത്രയുള്ളെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണം. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ, സ്തോത്രം, ആരോടും പക വെച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ. ആരോടും നമ്മൾ പക വെച്ചുകൊണ്ടിരിക്കരുത്. അതിനെ ഒന്ന് ശാസിക്കണം. ദൈവത്തിൻ്റെ എന്ന് വെച്ചാൽ നമ്മളെ തന്നെ നമ്മൾ ശാസിക്കണം. ഹല്ലേലൂയ. നമ്മളെ തന്നെ ഏതെങ്കിലും ഒരു പകയുണ്ടെങ്കിൽ ഈ പക കൊണ്ട്, മുമ്പേ സങ്കീർത്തനത്തിലും അത് വായിച്ചായിരുന്നു, പക കൊണ്ട് നമുക്കൊരു കാര്യവുമില്ല. സ്തോത്രം.
ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, അത് നമ്മുടെ ജീവിതത്തിൽ നിന്നൊന്ന് മാറിപ്പോകണം. ചിലപ്പോൾ നമ്മൾ ആളുകളോട് സീരിയസ് ആയിട്ട് സംസാരിക്കും, അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളാണ്, സീരിയസ് ആയിട്ട് പക്ഷേ അത് ഒരു പകയായി മാറരുത്. സ്തോത്രം. ഹല്ലേലൂയ. അവനവൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഈ ദൈവവചനം ഉപയോഗിക്കരുത് കേട്ടോ. ഹല്ലേലൂയ. അവനവൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പണ്ടാരോ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു കേട്ടിട്ടുള്ളതാ. സ്തോത്രം. ഒരുത്തൻ എന്തോ ചോദിച്ചു, അപ്പോൾ അവൻ ചോദിച്ചു, ദരിദ്രന് കൊടുക്കണമെന്നല്ലേ വചനം പറയുന്നത്, കർത്താവ് പഠിപ്പിച്ചതെന്ന്. അപ്പോൾ ആ മറ്റേ പുള്ളി പറഞ്ഞു, അന്യൻ്റെ ഒന്നും മോഹിക്കരുതെന്ന് നീ വായിച്ചിട്ടില്ലെന്ന്. അന്യൻ്റെ ഒന്നും എന്ത് ചെയ്യരുത്, അന്യൻ്റെ. അപ്പോൾ വചനത എന്തും നമുക്ക് പറയാം, അന്യൻ്റെ ഒന്നും മോഹിക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. അതും ശരിയാ. ഏറ്റവും നല്ലത് സ്നേഹമല്ലാതെ മറ്റൊന്നും എന്ത് ചെയ്യരുത്, കടംപെട്ടിരിക്കരുത്. ഹല്ലേലൂയ. സ്നേഹമല്ലാതെ മറ്റൊന്നും നമ്മൾ കടംപെട്ടിരിക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കാമെങ്കിൽ നമുക്കൊരു നിരാശയും വരത്തില്ല. ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കാമെങ്കിൽ നമുക്ക് വല്ല നിരാശയും വരുമോ? ഹല്ലേലൂയ. നമുക്കൊരു നിരാശയും വരികയില്ല. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ആ ഒരു ലെവലിലേക്ക് നമ്മൾ പോകുക. സ്തോത്രം. ചിലപ്പോൾ നമ്മൾ പ്രയാസത്തിലും പ്രതികൂലത്തിലും ആയിരിക്കും പോകുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ സ്തോത്രം, നമുക്ക് നിരാശകൾ വരുന്ന അനേക സന്ദർഭങ്ങളുണ്ട്. സ്തോത്രം. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരാം. കർത്താവ് ചെന്ന ആ പള്ളിയിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ നിലവിളിച്ച്, നസ്രായനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും തമ്മിലെന്ത്? സ്തോത്രം. ഇപ്പൊ ഇവനല്ല സംസാരിക്കുന്നത്, ഇവനിൽ വ്യാപരിക്കുന്ന ആത്മാവാണ്. നിങ്ങൾ വളരെ മനസ്സിലാക്കണം. ദൈവമക്കൾ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൂടെ അല്ലേ ഉള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്തോത്രം. ഇപ്പോൾ ഇവനിൽ സംസാരിക്കുന്ന ആരാ? അവനല്ല. സ്തോത്രം. അവനിൽ സംസാരിക്കുന്ന ആ ആത്മാവാണ്. അപ്പം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ചിലപ്പോൾ ചില ആളുകൾ സംസാരിക്കുന്നത് അവരല്ല സംസാരിക്കുന്നത്, ഈ അശുദ്ധാത്മാവാണ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. അവരൊരു ഉപകരണമെന്ന് മാത്രമേ ഉള്ളൂ. അവരിൽ കൂടി സംസാരിപ്പിക്കുന്നത് ആരാ? അശുദ്ധാത്മാവാ. അപ്പം ഈ അശുദ്ധാത്മാ അവനാ സംസാരിക്കുന്നെങ്കിലും ഇപ്പം അവൻ്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കുകയാണ്. വായിക്കാം. ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നുവോ? ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നുവോ? സ്തോത്രം. അപ്പം അതാരാ? ആ വ്യക്തിയല്ല പറയുന്നത്, ആ വ്യക്തിയിൽ വ്യാപരിക്കുന്ന ആത്മാവ്. സ്തോത്രം. ഹല്ലേലൂയ. ചില സന്ദർഭങ്ങളിൽ നമ്മൾ പറയുന്നത് ആത്മാവ് പരിശുദ്ധാത്മാവിനാലാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഹല്ലേലൂയ. നമുക്ക് ദേഷ്യം കയറി നമ്മൾ 2 എണ്ണം പറയുമ്പോൾ പരിശുദ്ധാത്മാവാണോ പറയുന്നത്? പരിശുദ്ധാത്മാവല്ല പറയുന്നത്. അപ്പോൾ പറയുന്നത്, കാരണം നമ്മുടെ വായിൽ കൊള്ളുകയില്ലാത്ത വാക്ക് നമ്മൾ പറയുമ്പോൾ അത് പരിശുദ്ധാത്മാവല്ല പറയുന്നത്, അശുദ്ധാത്മാവാണ് പറയുന്നത്. പരിശുദ്ധാത്മാവിന് ഒരിക്കലും അങ്ങനെ പറയാൻ എന്ത് ചെയ്യത്തില്ല, കഴിയത്തില്ല. നമ്മൾ വളരെ മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് പറയുന്ന ഒരു വ്യക്തി, അഭിഷേകം പ്രാപിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ എല്ലാ നടപ്പുകളിലും അത് പുറത്തേക്ക് വരും. ഹല്ലേലൂയ. ഹൃദയം നിറയുന്നതാണ് വായ് എന്ത് ചെയ്യുന്നത്, പ്രസ്താവിക്കുന്നത്. ഹൃദയം നിറയുന്നതാണ് വായ് പ്രസ്താവിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്നുള്ള ആ ഒഴുക്ക് അത് നിത്യജീവനിലേക്കുള്ള ഒരു ഒഴുക്കാണ്. അപ്പോൾ ആ ഒരു നിറവ് പ്രത്യേകമാണ് നമ്മുടെ എല്ലാ രീതിയിലും. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ഒരു വസ്തുതകളും നശിപ്പിച്ച് കളയരുത് കേട്ടോ. ഹല്ലേലൂയ. നമ്മൾ ഉപയോഗിക്കാൻ കൊള്ളാവുന്നതെല്ലാം നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണം. ഹല്ലേലൂയ. എൻ്റെ മോള് ഗവൺമെൻറ് ആശുപത്രി ജോലിക്ക് പോയിട്ടുള്ളതുകൊണ്ട് അവിടെ ഡ്രസ്സില്ലാതെയും ബുദ്ധിമുട്ട് ആളുകൾ പലരുണ്ട്. നമ്മൾ ഇവിടെ നിന്നുള്ളത് കൊണ്ടുപോയി കൊടുക്കും. ചില ആളുകളൊക്കെ കളക്ട് ചെയ്ത് അവിടെ കൊണ്ടുപോയി കൊടുത്തേക്കുവാ. വിശ്വാസികളല്ല. നല്ല ഡ്രസ്സ് ഇടാൻ കൊള്ളാവുന്നതല്ല, പിള്ളേരുടെ ചെറുതായി പോകുന്നത്. കാരണം അവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്. കാരണം ഈ ആശുപത്രിയിൽ പുറത്ത് അന്യനാട്ടുകാരായ ആളുകൾ വസ്ത്രമില്ലാതെ, കുഞ്ഞുങ്ങൾക്ക് വസ്ത്രമില്ലാതെ ഇരിക്കുന്നു എന്നുള്ളൊരു കാര്യം പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണമേ. നമുക്ക് ഒരുവനോട് കരുണ കാണിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ആത്മാവിനെ നമ്മളൊന്ന് പരിശോധിക്കണം. ഹല്ലേലൂയ. ഒരുവനോട് മനസ്സലിവ് കാണിക്കേണ്ടടുത്ത് മനസ്സലിവ് കാണിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ആത്മാവിനെ പരിശോധിക്കണം. ഹല്ലേലൂയ. കാരണം
നമ്മളിൽ ഒരു സഹായത്തിൻ്റെ, കരുണയുടേത്, ആ ഒരു ജീൻ നമ്മളിലേക്ക് വരണം. പരിശുദ്ധാത്മാവ് നമ്മൾ വരുമ്പോൾ അതെല്ലാം ഉണ്ടാകും. ഹല്ലേലൂയ. അതെല്ലാം നമ്മളിൽ ഉണ്ടാകണം. നമുക്കുള്ളതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടണം. നാളെ ഈ പുതിയ 2-3 വീട് പണിതേക്കുന്നതിൻ്റെ ഉദ്ഘാടനമാണ്. നമ്മുടെ ഈ വീടിൻ്റെ മുകളിലാണ് നടത്തുന്നത്. അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ തന്നേക്കാമെന്ന് പറഞ്ഞു. നാളെ MLA ഒക്കെ വരും, ഇവിടെ വരും. നമ്മളൊന്നിനും ഫീസ് വാങ്ങുന്നില്ല. ചില ആളുകൾ ഈ മാസം അവസാനത്തെ ഞായറാഴ്ച ഒരു ഭക്ഷണം കൊടുക്കാൻ ഞായറാഴ്ച 11:30 കഴിഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. തന്നേക്കാമെന്ന് പറഞ്ഞു. കാരണം എന്താ പാസ്റ്റർക്ക് വേണ്ടിയെന്ന് ചോദിച്ചു. ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അതങ്ങ് വൃത്തിയാക്കിയിട്ടാൽ മതി. കാരണം ഞാൻ കൊണ്ടുവന്നതല്ല, എൻ്റേതല്ല, ദൈവം ദാനമായി തന്നതാണ് എന്നുള്ളൊരു ബോധ്യം എന്നിലുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം ഇന്ന് അനുഭവിക്കുന്നതെല്ലാം ദൈവം ദാനമായി തന്നതാണ് എന്നുള്ളൊരു ബോധ്യം നമ്മളിൽ വേണം. അത് മറ്റുള്ളവർക്ക് വേണ്ടി നാം പ്രയോജനപ്പെടണം. ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടണം. സ്തോത്രം. വായിച്ചേ, വേഗം വായിച്ചേ. സ്തോത്രം. നീ ആരെന്ന് ഞാൻ അറിയുന്നു. സ്തോത്രം. ഈ ദുരാത്മാവ് പറയുക, നീ ആരാന്ന് എനിക്ക് അറിയാം. കർത്താവ് ആരാണെന്നുള്ള കാര്യം ദുരാത്മാവ് പറയുക ആരാന്നറിയാമെന്ന്. മറിയയ്ക്ക് മാത്രം അറിയുന്ന ഒരു സത്യം, ഇത് പരിശുദ്ധാത്മാവിനാൽ ഉണ്ടായവനാണെന്നുള്ളൊരു സത്യം ദുരാത്മാവിന് കൃത്യമായിട്ട് അറിയാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോസ്തലപ്രവൃത്തി പഠിക്കുമ്പോൾ സ്കേഫ എന്ന് പറയുന്ന പുരോഹിതന്മാരുടെ മക്കൾ യേശുവിൻ്റെ നാമം ഉപയോഗിക്കാനിടയായി. അപ്പോൾ അവിടെ ആ അശുദ്ധാത്മാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. യേശുവിനെ അറിയാം, ഹല്ലേലൂയ, യേശുവിനെ അറിയാം. എന്നാൽ സ്തോത്രം, പൗലൂസിനെ പരിചയമുണ്ട്, എങ്കിലും നിങ്ങളാരാന്നറിയത്തില്ലെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. അപ്പോൾ ഈ ദുരാത്മാവിന് എന്തറിയാം? സ്തോത്രം, യേശു ആരാണെന്നറിയാം. താഴോട്ട് വായിച്ചേ. സ്തോത്രം. യേശു അതിനെ ശാസിച്ചു, മിണ്ടരുത്, അവനെ വിട്ടുപോ എന്ന് പറഞ്ഞു. അപ്പോൾ അശുദ്ധാത്മാവ് അവനെ ഇഴച്ച് ഉറക്കെ നിലവിളിച്ച് അവനെ വിട്ടുപോയി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. യേശു പറഞ്ഞു, സ്തോത്രം, അവനെ ശാസിച്ചു, അവനെ ഇഴച്ച്, സ്തോത്രം, അത് വിട്ടുപോയി. സ്തോത്രം. ഹല്ലേലൂയ. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 33 മുതൽ 35 വരെയുള്ള വാക്യവും ഇത് തന്നെ എഴുതിയിരിക്കുന്നത്. ഈ 2 കാര്യം മർക്കോസും ലൂക്കോസും മാത്രമേ എഴുതിയിട്ടുള്ളൂ. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങളിലേക്കൂടെ വന്നേ. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം. ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ച്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. അവൻ കൈ നീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി. ഇത് മർക്കോസിന്റെ സുവിശേഷം മത്തായിയുടെ സുവിശേഷം 8-ന്റെ 2-4, മർക്കോസിന്റെ സുവിശേഷം 1-ന്റെ 40 മുതൽ 44 വരെയുള്ള വാക്യവും ലൂക്കോസിന്റെ സുവിശേഷം 5 മുതൽ 12 വരെയുള്ള വാക്യത്തിൽ ഇത് തന്നെ എഴുതിയേക്കുന്നത്. മത്തായിയും മർക്കോസും ലൂക്കോസും ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി 8-ന്റെ 2 മുതൽ 4, മർക്കോസ് 1-ന്റെ 40 മുതൽ 44 വരെ, ലൂക്കോസ് 5-ന്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. സ്തോത്രം. ഈ സുവിശേഷങ്ങളിൽ എല്ലാവരും എല്ലാം രേഖപ്പെടുത്തിയിട്ടില്ല. യോഹന്നാൻ ആ കാര്യം രേഖപ്പെടുത്തിയിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഈ കുഷ്ഠരോഗി വന്നിട്ട് കർത്താവിനോട് പറയുന്നൊരു കാര്യം, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുക. ഹല്ലേലൂയ. എന്തൊരു നല്ല ചോദ്യമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഇത് നമ്മൾ വായിക്കുമ്പോൾ, സ്തോത്രം, നമ്മൾ ഇതുപോലെ തന്നെ കർത്താവിനോട് പറയണം, കർത്താവേ, ഞാനിപ്പോൾ ഒരു വിഷയത്തിൽ കൂടെ പോവുക, നിനക്ക് മനസ്സുണ്ടെങ്കിൽ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കർത്താവും നമ്മളും കൂടെ ആ ഒരു ഐക്യതയിലേക്ക്, ഒരു ബന്ധത്തിലേക്ക് വരണം. ഹല്ലേലൂയ. ആ ദൈവമക്കൾ അങ്ങനെ ശ്രദ്ധിക്കണം. കർത്താവുമായ ഒരു ഐക്യതയിലേക്ക്. നാം അന്യരല്ല, നാം കർത്താവിൻ്റെ വകയാ. അബ്ബാ പിതാവേ എന്ന് വിളിപ്പാനുള്ള പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അവൻ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരിക്കലും അന്യരല്ല. ഹല്ലേലൂയ. ആ ഒരു ബന്ധം മനസ്സിലാക്കിക്കേ. നമുക്ക് വേറെ ആരുടെ മീഡിയേഷൻ്റെ ആവശ്യമില്ല. ദയവ് ചെയ്ത് നിങ്ങൾ വേറെ ആരുടെയും കീഴെ പോയി തല വെച്ചു കൊടുക്കരുത് കേട്ടോ. അതിൻ്റെ ആവശ്യം നമുക്കില്ല. നമ്മൾ ഓരോരുത്തരും ജഗത്ത് കച്ചുവെച്ച് രാജകീയ പുരോഹിത വർഗമാ. ഹല്ലേലൂയ. അല്ലേ? ഒരു ആമയും പറയാനും പോലും പറ്റുകയല്ലേ? നമ്മൾ ഓരോരുത്തരും
രാജകീയ പുരോഹിത വർഗമാണ്, വിശുദ്ധ ജനമാണ്, സ്വന്തം ജനമാണ്. ആ കാര്യം മനസ്സിലാക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ചിലർക്ക് എത്ര വർഷം വിശ്വാസത്തിലായാലും അവർക്ക് അവരെക്കുറിച്ച് ഒരു ബോധ്യമില്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന ആളുകൾക്ക് വേറെ എങ്ങോട്ടും പോയി ആരുടെയും മുമ്പിൽ നിങ്ങൾക്ക് ശുശ്രൂഷിക്കാം, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നിങ്ങൾക്ക് ആ കാര്യം ചെയ്യാം. സ്തോത്രം. നമ്മുടെ സഭയുടെ സെറ്റപ്പുകൾ ആ സെറ്റപ്പ് പോലെയല്ല. സ്തോത്രം. നമ്മൾ ഓരോരുത്തരും കർത്താവ് വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ്, രാജകീയ പുരോഹിത വർഗമാണ്. പിന്നെ സഭ പരിപാലിക്കാനൊക്കെ ഇടയ ശുശ്രൂഷയുള്ളവരുണ്ട്. ആ ഒരു രീതി, ഉപദേഷ്ടക്കാരന്മാരുണ്ട്, ടീച്ചേഴ്സുണ്ട്, അപ്പോസ്തലന്മാരുണ്ട്, അത് വേറെ കാര്യം. എങ്കിലും നാം സ്തോത്രം ആരാണ്? ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നമ്മുടെ പവർ നമ്മൾ അറിയണം. ഹല്ലേലൂയ. നമ്മളെ വെച്ച് ആളുകൾ മുതലെടുക്കാനിടയാകരുത്. അനേക ആളുകൾ ഈ കാണുന്ന എല്ലാ പരസ്യത്തിൻ്റെയും പുറകെ നിങ്ങൾ ഓടരുത്. അവിടെ തലയും കുത്തി മറിഞ്ഞുള്ള യോഗമുണ്ട്, ഇവിടെ അല്ലാത്തതുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം പരിപാടികളാണ് നടത്തുന്നത്. ഇതിനകത്തൊന്നും ഓടി ഒരു കൃപയും പ്രാപിക്കേണ്ട കാര്യമില്ല. നീ കൃപ പ്രാപിക്കണമെങ്കിൽ കർത്താവേ എന്നോടൊന്ന് മനസ്സലിയണം എന്ന് പറഞ്ഞ് നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ പോയി മുട്ടുകുത്തുക. ഹല്ലേലൂയ. ഞാൻ വേദവിരോധമല്ല പറയുന്നത്. ഹല്ലേലൂയ. ഓരോരുത്തർക്ക് അവരവർ നടത്തുന്ന മീറ്റിങ്ങുകൾ വിജയിക്കണം. അതിനുള്ള സംഘടനാ അതിനകത്ത് എന്നാന്ന് ചോദിച്ചാൽ അവിടെ സ്വോത്രകാഴ്ച വീഴണം, കാര്യങ്ങൾ നടക്കണം. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ്. എല്ലാവരും ഒത്തിരി യോഗങ്ങളുടെ കാര്യം നമ്മളെ അറിയിക്കാറുണ്ട്. ഞാൻ അതെല്ലാം കിട്ടുന്നതൊക്കെ നമ്മുടെ ഗ്രൂപ്പിലിടാറുണ്ട്. അവിടെ യോഗമുണ്ട്, ഇവിടെ യോഗമുണ്ടെന്ന്. കാരണം നമ്മൾ എല്ലായിടത്തൂടെ ഓടേണ്ട കാര്യമില്ല. നമുക്കിനി അങ്ങനെ ഒരു പ്രേരണ തോന്നിയാൽ അതിന് തെറ്റുമില്ല കേട്ടോ. യോഗത്തിന് എവിടെയെങ്കിലും നമ്മൾ വേറെ മീറ്റിംഗ് ഒന്നുമില്ല, നമുക്ക് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്, പോകുന്നതിന് ഞാൻ എതിർപ്പല്ല. പക്ഷേ നമ്മുടെ സ്ഥാനം മറന്നിട്ട് നാം അവിടെ പോയി അവർ വിളിക്കുന്നിടത്തേക്ക് പോയി അവരുടെ മുമ്പിൽ പോയി തലമുട്ടി നിർത്തി നാം അങ്ങനെ പ്രാർത്ഥിപ്പിക്കേണ്ട കാര്യമില്ലെന്നാണ് പറഞ്ഞത്. കാരണം എന്നാന്ന് ചോദിച്ചാൽ നിന്റെ പദവി നീ മനസ്സിലാക്കണം. ഹല്ലേലൂയ. നിന്റെ പദവി മനസ്സിലാക്കണം. സ്തോത്രം. നമ്മൾ ചിലപ്പോൾ ഈ പള്ളിയിലൊക്കെ ശവം എടുക്കാൻ പോകുമ്പോൾ അവിടെ കുഴിയുടെ ഇവിടെ ബഹുമാനപ്പെട്ട പട്ടക്കാരൻ ഇങ്ങനെ കുരിശൊക്കെ എന്നെ മുട്ടിക്കാൻ വേണ്ടി നിൽപ്പുണ്ട്. ഇങ്ങനെ നമ്മൾ ആരെങ്കിലും പോയി മുട്ടിക്കുമോ? ചിലരുമായിരിക്കും പോരുന്ന പോരട്ടെന്നോർത്ത്. പോകരുത് കേട്ടോ. ഇതിലൊന്നും വലിയ കാര്യമില്ല. ഈ പൊഞ്ചങ്കോല് പിടിച്ചിരിക്കുന്ന അവരുടെ അടിസ്ഥാനം മറഞ്ഞു പോവുക. ഞാൻ എടുത്തൊന്നും പറയുന്നില്ല. അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. പിന്നെ ഇതിന് വല്ല പ്രസക്തി ഉണ്ടോ? അതുകൊണ്ട് നമ്മുടെ പദവി ഒന്ന് പറഞ്ഞേ, നമ്മൾ രാജകീയ പുരോഹിത വർഗമാണ്, സ്വന്തം ജനമാണ്, വിശുദ്ധ ജാതിയാണ്. അന്ധകാരത്തിൽ നമ്മളെ എന്ത് ചെയ്തിരിക്കുന്ന ഈ അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതാ. ഹല്ലേലൂയ. അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതാ. ഹല്ലേലൂയ. ഇനി വേദനയോ രോഗമോ പ്രയാസമോ ഉണ്ട്, രോഗസൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പറയുന്ന സെൻസിലേ നമ്മളത് എടുക്കാവുള്ളൂ. കാരണം സ്തോത്രം, ഹല്ലേലൂയ, നമ്മൾ ശ്രദ്ധിക്കണമേ. സ്തോത്രം, ഹല്ലേലൂയ, നമ്മൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ സെൻറ്റർ തിരിഞ്ഞ് തൊടുപുഴയും പാമ്പാക്കടയും മേലുകാവുമായി സെൻറ്റർ തിരിച്ചു കഴിഞ്ഞപ്പോൾ അച്ചായനാണ് പാമ്പാക്കടയുടെ ചാർജ് എടുത്തത്. സ്തോത്രം. അപ്പോൾ അവരെ തിരിച്ച് 3 പേരെയും പ്രാർത്ഥിച്ചപ്പോൾ അച്ചായനോട് അച്ചായനും പോയി നിന്ന് കൊടുത്തു. എന്നാൽ വലിയ സീനിയർ പാസ്റ്റർമാർ വന്നിട്ട് അച്ഛൻ്റെ തലയെ കൈവച്ചില്ല. സ്തോത്രം. അച്ഛൻ്റെ തോളത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. കാരണം അതാ അതിൻ്റെ ശരി. കാരണം അദ്ദേഹത്തെക്കാൾ ഉയർന്ന വ്യക്തിയായിരുന്നു ഇദ്ദേഹം. അതിന് കൂടുതൽ ശുശ്രൂഷ പരിചയമുള്ളതാ. സ്തോത്രം. സത്യത്തിൽ അച്ചായൻ അങ്ങനെ പോയി നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല. അച്ചായൻ്റെ ആ എളിമ കാരണം പോയി നിന്ന് കൊടുത്തതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി നമ്മുടെ ഒരു സെൻറ്റർ വിഭാഗിക്കേണ്ട ഒരു സമയം വളർന്നു വരുമ്പോഴത്തേക്ക് ഞാനും പോയി അവിടെ നിൽക്കേണ്ട കാര്യമില്ല. ഞാനിവിടെ പോയി കൈവച്ചവരെ അങ്ങനെയല്ല അച്ഛാ, അതാ അതിൻ്റെ ഓർഡർ. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ പറയുന്നത്, നമ്മുടെ കിടുമുറിയിലുള്ള ദൈവജനം വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. വിശ്വാസത്തിൽ ഒരു ഉറപ്പ് വേണം. എൻ്റെ കർത്താവിനെ വിളിച്ചതാണ് എന്ന് നമ്മൾ അറിയണം. തിരുവചനം പറയുന്നു, യാതൊരു ബാധയും നിന്റെ കൂടാരത്തിന് എന്ത് ചെയ്യല, അടുക്കയില്ല. നമ്മളോടുള്ള വാഗ്ദത്തമാണ്. പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തിനെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് എന്ത് ചെയ്യല,
അടുക്ക് വരികയില്ലെന്ന്. അതുകൊണ്ട് കർത്താവിനോടൊന്ന് പറ, നമ്മുടെ വിഷയം അവിടെ വായിച്ചങ്ങ് അവസാനിപ്പിക്കാം. നിനക്ക് മനസ്സുണ്ടെങ്കിൽ, അങ്ങനല്ലേ നമ്മൾ എഴുതിയേക്കുന്നത്. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 8:2 ഉള്ള വാക്യങ്ങൾ. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ച്, കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ അവന് കഴിയുമെന്ന് പറഞ്ഞു. താല്പര്യത്തോടെ, അതിന്റെ അങ്ങനെ ഒരു അർത്ഥത്തിൽ എഴുതരുത്, വേറൊരു ചിന്തിക്കരുത്. അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പറയാ, കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ എന്ത് ചെയ്യണം? സൗഖ്യമാക്കണം. കർത്താവ് എന്താ പറഞ്ഞേ? അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്. ഇന്ന് പകലിൽ നമ്മളെ സൗഖ്യമാക്കാൻ കഴിയുന്ന, നമ്മുടെ വിഷയത്തിന്മേൽ പ്രവർത്തിപ്പാൻ കഴിയുന്ന മനസ്സലിവുള്ള ഒരു കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. അവൻ നമ്മെ സൗഖ്യമാക്കും, അവൻ നമ്മെ വിടുവിക്കും, നമ്മുടെ പ്രയാസത്തിന് വിടുവിക്കും. അവനിൽ ആശ്രയിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥന.